അങ്ങനെ രേണുസുതി ജീവിതത്തിൽ ഓരോ പടികളായി കയറിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേ നാളുകളായി ഒരു കാർ എടുക്കണമെന്നുള്ള മോഹവുമായി നടക്കുകയായിരുന്നു. ഉടൻ തന്നെ ഒരു കാർ എടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ചെറിയ കാറ് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രേണു ഒരു റെഡ് സ്വിഫ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. രേണുവിൻ്റെ പ്രിയപുത്രനായ കിച്ചുവും കൂടെയുണ്ടായിരുന്നു. ഋതപ്പന് വേണ്ടിയിട്ടാണ് കാർ എടുക്കുന്നത് എന്ന് രേണുസുതി പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ രേണുവിന് ഒരു കാറ് വളരെ അത്യാവശ്യമായിരുന്നു. ദുബായിൽ പോയി വന്നാലുടൻ കാർ എടുക്കുമെന്നായിരുന്നു രേണു പറഞ്ഞിരുന്നത്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. രേണുവിനോട് ഓൺലൈൻ മീഡിയസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രേണുവിനെ ഇനി കാർ ഓടിച്ചിട്ടാണോ നമ്മൾ കാണുക എന്നുള്ളത്. ആ സമയം രേണു പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ കാർ ഓടിക്കില്ല. കാരണം എനിക്കത് വളരെയധികം പേടിയുള്ള കാര്യമാണ്. സുധിച്ചേട്ടനെ അങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ അതിനുശേഷം എനിക്ക് കാർ ഓടിക്കുന്നതും കാണുന്നതുമെല്ലാം വളരെ പേടിയാണ് എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ പറയാറുള്ളതാണ്, കിച്ചുവിനെ ഒഴിവാക്കിയിട്ടാണ് രേണുവിൻ്റെ നടത്തവും, കിച്ചുവിനെ ആ വീട്ടിൽ കയറ്റാറില്ല എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പറയാറുള്ളത്. എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളത് കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും പല വീഡിയോസുകളും ഫോട്ടോസുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഋതപ്പനെ സ്നേഹിക്കുന്നത് പോലെയാണ് കിച്ചുവിനെയും രേണുസുതി സ്നേഹിക്കുന്നത്. കിച്ചുവിനും അമ്മയെ വളരെയധികം ഇഷ്ടമാണ്. ഇടയ്ക്കിടെ കാണാൻ പോകുന്നതും അവർ തമ്മിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഇടയ്ക്കിടെയുള്ള അവരുടെ ഫോട്ടോസും വീഡിയോസുമെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. കൊല്ലം സുധി അഭിനയിച്ച ഒരു മൂവിയുടെ ഡയറക്ടർ തന്നെ രേണുവിനെ മറ്റൊരു മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു വേഷമാണെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത്. ഉടൻ തന്നെ മൂവിയുടെ പൂജയും കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് രേണു അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല കഥാപാത്രങ്ങളും നല്ല ഉയരങ്ങളിലേക്കും എത്തുവാൻ വേണ്ടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.